പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിലുള്ള ആകാശ നമ്മൾ ആ $35 കവറിലാക്കിയിട്ട് നമ്മുടെ വണ്ടി നമ്പർ പിന്നെ ടെൻറ്റ് ഒന്ന് സെറ്റാക്കി. കാടിൻ്റെ അല്ല കേട്ടോ, ശരിക്കും ടൗണിൻ്റെ സൈഡിലാണ്. അവിടെ കുറച്ച് ഫാമിലീസ് ഉണ്ട് കേട്ടോ. ആ ഫാമിലിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. കാരണം ഇതാണ് സംഭവം. ഇത് നമ്മുടെ ഈ കൈയിൻ്റെ ഉള്ളിലിട്ട ഹീറ്റർ ഭയങ്കര അടിപൊളിയാണ്. അതില്ലെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പോലും. കാർബൺ മോണോക്സൈഡിൻ്റെ ഡിറ്റക്ടർ പത്രത്തിലെല്ലാം വരും നാളെ. നമുക്ക് പോയാലോ? എല്ലാം സെറ്റല്ലേ? നമ്മള് ഈ പ്രാവശ്യത്തെ ട്രിപ്പില് നമ്മള് ഫുൾ സെറ്റാണ് കേട്ടോ അല്ലേ? കാരണം എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ തണുപ്പിനെ പ്രതിരോധിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ഹീറ്റർ വരെ നമ്മുടെ കയ്യിലുണ്ട്. കൂടാതെ എന്താ പറയുന്നത്, 2-3 ദിവസം നിൽക്കാനുള്ള ഫുഡ് കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. സാധാരണ നമ്മുടെ കയ്യിൽ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യം ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഫുൾ സെറ്റാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യമാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് ആയെന്ന് എനിക്ക് തോന്നുന്നു ട്രിപ്പിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ നമുക്കറിയാം എന്ത് വേണം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ എല്ലാം വണ്ടിയിൽ സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു ധൈര്യത്തിൻ്റെ പുറത്തങ്ങോട്ട് ഇറങ്ങി പോവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഇവിടുത്തെ ഏരിയനെ കുറിച്ചൊരു ധാരണയുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഈ പോകുന്ന ട്രിപ്പൊക്കെ നമ്മളെ സംബന്ധിച്ച് ചെറിയ ട്രിപ്പാണ് സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ കാലിഫോർണിയയുടെ നോർത്ത് എൻഡിലുള്ള റെഡ്വുഡ് നാഷണൽ പാർക്കൊക്കെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ വർഷം. അപ്പോൾ അത് കഴിഞ്ഞോടുകൂടി നമുക്ക് വലിയൊരു ധൈര്യം കിട്ടി. അപ്പോൾ അതിനും ഒരുപാട് മുമ്പാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ മാമോത്ത് ലേക്ക് ഏരിയ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഒരു ലോക്കൽ ട്രിപ്പ് പോകുന്ന ഒരു ഫീലുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസത്തേക്ക് എടുക്കുന്ന ട്രിപ്പാണെങ്കിലും ഒരു ലോക്കൽ ഏരിയയിലേക്ക് പോകുന്ന ഒരു ഫീല് നമുക്കിപ്പോൾ തോന്നുന്നുള്ളൂ. ആകെയുള്ളൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നും നാളെയും കൂടി ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ഇതുവരെയും അവിടെ എത്തിയിട്ടില്ല. ഇനി നാളെ ഒരു ദിവസം കൂടി ഉള്ളൂ. പിന്നെ നാളെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്. പിന്നെ തിങ്കളാഴ്ച നമുക്കിവിടെ റോഷനിക്ക് വർക്കുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നേരത്തെ തന്നെ എത്തണം. എന്തായാലും ട്രിപ്പ് നല്ല അടിപൊളി മൂഡിലേക്കായി. ആ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഉഷാറ് വന്നിട്ടോ. നല്ല ചൂടൻ കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ആദ്യമായിട്ടാണ് കട്ടൻ ചായ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്നത്. മറ്റേ നമ്മുടെ കയ്യിൽ വലിയ ബർണറായി കഴിയുമ്പോൾ നമുക്കത് എടുക്കണം, പിന്നെ അത് റെഡിയാക്കി ചായയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പ് സൈറ്റിലൊക്കെ ചെന്ന് അത് മൊത്തത്തിൽ ഓപ്പൺ ചെയ്താലേ നമ്മൾ അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനൊരു ആവശ്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നലെ തന്നെ പോയി വാങ്ങിയതാണ് ഈ ഒരു ചെറിയ ബർണർ സ്റ്റൗവ്. എന്തായാലും അടിപൊളിയായിരുന്നു അത്. പോരുന്ന വഴിയിൽ ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ വണ്ടി എടുത്ത് തൊട്ടടുത്ത് തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റേഷൻ കണ്ടു. ഇവിടെ നിന്ന് 100 മൈലുണ്ട് ബിഷപ്പ് ടൗണിലേക്ക്. നമുക്കിവിടെ കെന്നഡി മെഡോസ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാം കേട്ടോ. തന്നെയല്ല ഇരുട്ടായതുകൊണ്ട് നമുക്ക് ദൂരേക്കുള്ള വ്യൂ അധികം കാണാൻ പറ്റുന്നില്ല. വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ലൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നേരിട്ട് അത്യാവശ്യം ഇരുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ പോയി കാണാൻ വേണ്ടി നിർത്താനും പറ്റാത്തൊരു കണ്ടീഷനുണ്ട് ഇപ്പോൾ. മോനു ഐസ് മല കണ്ടു തുടങ്ങിയടാ. അതെ അതെ അതെ, ലെഫ്റ്റ് സൈഡിൽ ദൂരെ കാണാം. ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ ആയിരിക്കും, പറയാൻ പറ്റില്ല. Yeah, you can see the left side. അങ്ങോട്ട് നോക്കുമ്പോൾ ആ ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡിൽ. Yeah, I know, I see it. But do you guys see the mountain in front of us? It's ഒരു മൗണ്ടനിലെ ഒരു മൗണ്ടൻ നിൽക്കുന്നുണ്ട്, ചെറിയൊരു മൗണ്ടൻ, വളരെ റൗണ്ട്. അടുത്തൊരു 5 മൈൽ എത്തുമ്പോൾ നമുക്കൊരു റെസ്റ്റ് ഏരിയ ഉണ്ടെന്നുള്ള ബോർഡ് കണ്ടു. ഇപ്പോൾ ഒരു സൈൻ ബോർഡ് ജസ്റ്റ് കഴിഞ്ഞു പോയിട്ടോ. അവിടെ ഒരു ലൈറ്റ് ഉണ്ട്. അത് ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഭയങ്കര കാറ്റായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമാണ് പോകുന്ന വഴിയിൽ. ദൂരെ നമുക്ക് ലൈറ്റൊക്കെ കാണാം കേട്ടോ. നമുക്ക് റെസ്റ്റ് ഏരിയയിൽ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, നമ്മളെന്തായാലും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. റെസ്റ്റ് റൂമിൽ വല്ലതും പോകാനുണ്ടോ? പോകാനില്ല അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് നേരെ പോവാം. ലാൻകാസ്റ്ററിൽ നിന്ന് കറക്റ്റ് 105 മൈൽ വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു റെസ്റ്റ് ഏരിയ. നമുക്ക് എന്തായാലും റെസ്റ്റ് ഏരിയയിൽ കയറേണ്ട ആവശ്യമില്ല. ആ കാണുന്നു. പിന്നെ ഇതാ ഇവിടെ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാൻകാസ്റ്ററിൽ നിന്ന് നമ്മൾ 140 മൈൽ വന്നു കേട്ടോ. ഇപ്പോൾ 5:45 ഇപ്പോൾ ഇവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു 60-70 മൈലൂടെ ഉണ്ട് ബിഷപ്പ് ടൗണിലേക്ക്.
ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം ആൾതാമസമുള്ള ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമുക്ക് പല സ്ഥലത്തും വീടുകളുടെ ലൈറ്റുകളൊക്കെ കാണാം. പിന്നെ ഡയസ് ലേക്ക് റിക്രിയേഷൻ ഏരിയ എന്ന് പറഞ്ഞൊരു ബോർഡും കണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ട്രെയിൻ പോലത്തെ എന്തോ ഒരു സംഭവം പോകണ ഒരു വ്യൂ കാണാം കേട്ടോ. അതെന്താ അത് ഭയങ്കര നീളത്തിന് ഒരു ഫ്ലൈറ്റ്. അയ്യോ അത് മാഞ്ഞു പോയി. അയ്യോ അതായത് അതെന്താ പിന്നെ അത് അതൊരു പത്രത്തിലെല്ലാം വരും നാളെ. എന്താ മോള് മോള് അത് പേടിച്ച് കരയാനുള്ള സ്ഥലമല്ല. അത് എന്തോ നമുക്ക് അത്ര കാണാൻ പറ്റിയത്. മോള് നക്ഷത്രം ഇല്ലേ, നക്ഷത്രം പോലെ ലൈനായിട്ട് ട്രെയിൻ പോലെ ഇങ്ങനെ ഒരു ലൈറ്റ് അങ്ങോട്ട് പോയി ഇപ്പൊ. പക്ഷെ എന്റെ പൊന്നൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. അതെന്താ നല്ല രസമായിരുന്നു കേട്ടോ. അത് ലൈറ്റ് അത് ഓഫായി പോയി. എന്റെ ഫ്രണ്ട് അവ ശരിക്കും കണ്ടതല്ലേ. Bro, it's like this, and it's just flying through the sky, like we can see it. ഭയങ്കര രസമായിരുന്നു കേട്ടോ. It's like extraterrestrial. നമുക്കതൊരു ഭാഗ്യം. നാളെ ന്യൂസിലെല്ലാം വരുമെന്ന് അറിയാം. ഫോട്ടോ എടുക്കുന്നത് കിട്ടുന്നില്ലടാ, ക്ലിയർ ആവുന്നില്ല. ഇവിടുന്ന് ഡെത്ത് വാലി 104 മൈലാന്ന് തോന്നുന്നുണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. വിസിറ്റർ സെന്റർ ഇവിടെ റൈറ്റ് സൈഡിലുണ്ട്. വിസിറ്റർ സെന്ററിലേക്ക് എത്തി ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് സ്ലോ ആക്കാം. എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ നമുക്ക് ക്യാമ്പ് ഗ്രൗണ്ടുകളൊന്ന് കണ്ടുപിടിക്കാനുണ്ട്. ഇതാണ് വിസിറ്റർ സെന്റർ. വിസിറ്റർ സെന്റർ ക്ലോസ് ചെയ്തിട്ടേക്കും കേട്ടോ. ഈസ്റ്റേൺ സിയാറ വിസിറ്റർ സെന്റർ. ഇതേ ക്വാളിറ്റി. ഇവിടെ റൂമിന് ഇത്ര റെന്റ് ഓൺലൈനിൽ നിന്ന് കയറി നോക്കി. ഇവിടുന്ന് ലോസ് ആഞ്ചൽസ് 207 മൈലാട്ടോ കാണിക്കുന്നത്. നമ്മൾ ലോൺ പൈൻ ഹാഫ് മൈൽ, ബിഷപ്സ് 50 മൈൽസ്. ഇപ്പോൾ ബോർഡ് കണ്ടു കേട്ടോ. അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് ലോൺ പൈൻ. മക്ഡൊണാൾഡ്സ്. നമ്മൾ ലാൻകാസ്റ്ററിന് ശേഷം ഇതുപോലെ ഒരു സിറ്റി കൂടെ ആദ്യമായിട്ട് വരുന്നത് അല്ലേ. ലാൻകാസ്റ്റർ നമ്മൾ ഭക്ഷണം കഴിച്ച് പോകുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇത്രയും വലിയ സിറ്റി കണ്ടായിരുന്നോ? റോഡ് സൈഡിൽ കണ്ടില്ല അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഹൈവേ കൂടെയൊക്കെ പോകുമ്പോൾ എന്താ പറയണേ, തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറമൊക്കെ പോകുമ്പോൾ കാണുന്ന ഓരോ സിറ്റികളെ പോലെ നമുക്ക് ഫീൽ ചെയ്യണു. യാത്രയുടെ ഇടയ്ക്ക് നമ്മൾ കാണുമല്ലോ അങ്ങനെ. ഇവിടെ ഒരുപാട് അത്യാവശ്യം ഹോട്ടൽസ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു സബ്വേ, മോട്ടൽ, ഇഷ്ടംപോലെ ഗ്യാസ് സ്റ്റേഷൻസ് എല്ലാം ഉണ്ട് കേട്ടോ. ചെയ്തെടുക്കാൻ പറ്റിയ ക്യാമറ നമുക്ക് വാങ്ങണം. 1-2 ഷൂട്ടിംഗ് സ്റ്റാർ ഒന്ന് അതില് പോകുന്നുണ്ട്. പക്ഷേ എന്റെ പൊന്നു ആകാശം നമുക്ക് 3 ഷൂട്ടിംഗ് സ്റ്റാർ അനുഗ്രഹിച്ച ഒരു രാജ്യം തന്നെയാണ്. അത് ലൈനായിട്ട് ഷൂട്ടിംഗ് സ്റ്റാറുകൾ വരുന്നുണ്ട്. ഇതായിരിക്കും നമ്മൾ ആദ്യം കണ്ടത്. 1, 2, 3 എവിടേക്കാ പോലും ആദ്യത്തെ ഒരെണ്ണം ദേ പോയി, രണ്ടാമത്തെ ദേ, മൂന്നാമത്തെ അതിന് പിറകെ വന്നത്. ഓ നോക്കടി, ഇതൊരു സ്റ്റാർ ലൈനായിട്ടാ വന്നത്. ഡിഫറൻസ് ഉണ്ട് അവർ തമ്മില്. നമ്മൾ കണ്ടുവന്നത് അടുത്തടുത്തായിട്ട്, അതും കുറെ കൂട്ടം. നമുക്ക് ശരിക്കും ടെന്റ് ഇല്ലാതെ തന്നെ ഇങ്ങനെ മേളിലേക്ക് നോക്കി ഇവിടെ നിന്ന് കാണാൻ, സൈഡിലേക്ക് കാണാൻ, ഇങ്ങനെ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് തോന്നട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആണ്, ഒരു രക്ഷയില്ല, ഒരു അത്ഭുതം എന്നാ പറയാൻ പറ്റുള്ളൂ. നമ്മള് എന്താ പറയണേ, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിലുള്ള ആകാശ വിസ്മയമാണ് നമ്മളിവിടെ ജസ്റ്റ് റോഡിൽ നിന്നിട്ട് കാണുന്നത്. അമേസിങ്.
നമ്മളിപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ടത് മഞ്ചനാർ നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റിൻ്റെ അടുത്തുനിന്നാട്ടോ. ആ ഒരു സൈഡിലേക്ക് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ഹാഫ് മൈല് പോയാൽ മതി. വീണ്ടും ചെറിയൊരു ടൗൺ എത്തിയിട്ടോ. ഇതും മറ്റേ ആദ്യം കണ്ട സിറ്റിയുടെ ബാക്കിയാണെന്ന് അറിയില്ല. ഒനിയൻ വാലി ഒരു ബോർഡ് കിട്ടും. ഇപ്പം ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ രാത്രി 10 മണി കഴിഞ്ഞൊരു ഫീലാണ്ടല്ലോ. സമയം രാത്രി 6:30 ആയിട്ടുള്ളൂ. മിക്ക സ്ഥലത്തും ആളുകളൊന്നും ഇല്ല. റിക്രിയേഷൻ ഏരിയ അല്ലേ. യെസ്, നമ്മൾ ഫൈനലി ലാൻകാസ്റ്ററിൽ നിന്ന് 200 മൈൽ സഞ്ചരിച്ച് ബിഷപ്പ് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇവിടെ തിരിയാ. കുറവാണ്, നമുക്കൊന്ന് പോയി നോക്കാം. Head west on Shober Lane towards Sunland Drive. വേക്കൻസിന്നുള്ള ബോർഡും എല്ലാം ഉണ്ടെന്ന് നോക്കിയോളാം. All vehicles must register before camping. ഇപ്പോൾ സമയത്ത് 7:13 അതുകൊണ്ടായിരിക്കും അല്ലേ? അവിടെ കുറച്ച് പേരൊക്കെ നിൽക്കേണ്ടത്. ക്യാമ്പ് ഫീ റിക്വയർഡ് നിൽക്കുന്നത് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറി നോക്കുവാണ് കേട്ടോ. അതേ ക്യാമ്പ് സൈറ്റ് പ്ലേസ് ഉണ്ട്, ക്യാമ്പ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. പറ്റിയ സ്ഥലമാണ്, സേഫ്റ്റി ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. പക്ഷെ നമുക്ക് ടൗണിൻ്റെ അടുത്താണ്. ടൗണിൻ്റെ അടുത്താണ്. നമുക്ക് ബുക്ക് ചെയ്യാതെ ഇപ്പം ഇവിടെ എടുക്കാൻ പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. അവിടെ വിളിക്കാനൊരു നമ്പർ ഒന്നും എഴുതിച്ചിട്ടില്ല. നമ്പർ എഴുതി വെച്ചിട്ടില്ല. എന്നാലും എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ മറ്റേ KOയിൽ രാത്രി പോയപ്പോൾ അവിടെ വിളിക്കാതെ വിളിച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഇല്ല. ഇത് നവംബർ 30 നവംബർ 30 ഇത് ലാസ്റ്റ് ഡേ ആണ് ക്യാമ്പിന്റെ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ ക്യാഷ് അവിടെ ഇട്ടാൽ എൻവലപ്പിന് ഇട്ടാൽ മതി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എൻവലപ്പും ബാക്കി നമ്മുടെ ഡീറ്റെയിൽസ് ചെയ്താൽ പേപ്പറും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഇതൊന്ന് ഓൺലൈനിൽ അടിച്ചു നോക്കിയാൽ നമുക്കിവിടെ ഇൻഫർമേഷൻ ഓൺലൈനിൽ കാണുന്നുണ്ടോന്നുള്ളത്. അല്ലെ അവിടെ ഏതെങ്കിലും ഗസ്റ്റുകളെ കാണുമ്പോൾ നമുക്ക് അവരോട് ചോദിച്ചാൽ ഗസ്റ്റുകളൊക്കെ ബിസിയാണ്. ബിഷപ്പ് ടൗണിൽ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ക്യാമ്പ് ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് സ്പേസ് എടുക്കാനുള്ളൊരു സൗകര്യം കിട്ടി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എല്ലാം ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇവിടെ താമസിക്കുന്ന ഒരു ഫാമിലിയുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ നമുക്കിവിടെ $35 നമ്മൾ ആ $35 കവറിലാക്കിയിട്ട് നമ്മുടെ വണ്ടി നമ്പറൊക്കെ ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ടെൻറ്റ് ഇവിടെ സ്പേസ് ഉണ്ട്, നമുക്ക് അതിൽ സ്റ്റേ ചെയ്യാം. ഫൈനലി നമ്മൾ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തി. നമുക്ക് പറ്റിയ ടെൻറ്റ് കെട്ടാൻ പറ്റിയൊരു സ്ഥലവും കിട്ടി. ഇതിൻ്റെ തൊട്ടടുത്ത് RVs ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ഏരിയ ആണ്. നമ്മൾ മുമ്പത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അവിടെ കുറച്ച് ഫാമിലീസ് ഉണ്ട് കേട്ടോ. ആ ഫാമിലിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. കാരണം ഇവിടെ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടെ ഒരു ഫാമിലി ഉണ്ട്, അവരൊക്കെ RVസിൽ വന്നിരിക്കുന്നതാണ്. അവിടെയുണ്ട്, അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇതുവരെയും ടെൻറ്റ് ചെയ്ത വലിയ KOയിലൊക്കെ പോയി നമ്മൾ ടെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വെളിച്ചവും സൗകര്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി ബാത്റൂമിൽ പോയി, അതും നല്ലതായിരുന്നില്ലേ ബാത്റൂമും? ഓക്കെ അപ്പോൾ നമുക്കിനി സെറ്റാക്കാം, ഇനി എല്ലാം അഴിക്കാം. നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇറക്കി. ഇതാ നമ്മുടെ ചെയർ സംഗതികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ടെൻറ്റ് ഒന്ന് സെറ്റാക്കി, അടിയിലൊരു ഫ്ലോർ മാറ്റിയിട്ടു. നമ്മുടെ ബെഡ് ഇതേ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇത് ട്വിൻ ബെഡാണ്. ഇതുപോലത്തെ ഒരു ട്വിൻ ബെഡ് കൂടി ഉണ്ട്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നാളെ കാണിച്ചു തരാം രാവിലെ. യെസ്, നമ്മളങ്ങനെ രാത്രി ഡിന്നർ കാടിൻ്റെ നടുവിൽ, കാടിൻ്റെ അല്ല കേട്ടോ, ശരിക്കും ടൗണിൻ്റെ സൈഡിലാണ്. ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ ഇങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളി. കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല യമ്മിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 4 ഡിഗ്രിയാണ് കേട്ടോ തണുപ്പ് ഇവിടെ. 4 ഡിഗ്രി ഫാരൻഹീറ്റിലാണെങ്കിൽ 41 ഡിഗ്രി ഫാരൻഹീറ്റാണ്. നമ്മുടെ ഹീറ്റർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ടെൻറ്റിൻ്റെ ഉള്ളിലായി. ഹായ് പറഞ്ഞേ. ലൈറ്റ് കൂടുതലാണോ? ലൈറ്റ് കുറയ്ക്കാം. ലൈറ്റ് കൂടുതലില്ല മോന്? ഹായ്. അവിടെ ഗെയിം കളിയിലാണ്. ഫുഡൊക്കെ കഴിച്ചില്ലേ?
ഫുഡൊക്കെ കഴിച്ച് ഇങ്ങോട്ടേക്ക് ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ മോന് ഇങ്ങോട്ടേക്ക് മോന്. പിന്നെ നമ്മുടെ ഹീറ്റർ ഇവിടെ ഉണ്ട്. ഇത് ശരിക്കും ഇത് എന്താ പറയുക ഗ്യാസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ചൂടാവാൻ വേണ്ടി നമ്മൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഹീറ്റർ നമ്മൾ വയ്ക്കുമ്പോൾ ഒരു സ്ഥലത്തും ടച്ച് ചെയ്യാത്ത രീതിയിൽ വയ്ക്കാതെ, ഒരു തുണി ഇവിടെ വന്നാൽ പോലും ഒരു പക്ഷേ കത്ത് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടം വരെയൊക്കെ നല്ല ചൂടുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി കൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടേ നമ്മൾ ഉറങ്ങുള്ളൂ. ഇത് നമ്മൾ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക, അത്രേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര ഗ്യാരണ്ടിയും സേഫ്റ്റിയും ഒക്കെ ഉള്ള സാധനമാണ്. ഇത് മറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്ന സിസ്റ്റം ഉണ്ട്. പിന്നെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ആവുന്ന സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇത് നമ്മൾ വളരെ സേഫ്റ്റിയോടുകൂടി യൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടം വരെ നല്ല ചൂടാണ്. ഇവിടം വരെ നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഇത്ര അടുത്തൊക്കെ ഇപ്പോൾ ഐഷയുടെ പാവാടയൊക്കെ ഇത്ര അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കത് വളരെ റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുള്ളതുകൊണ്ടൊക്കെ നമുക്കത് വളരെ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിതാ ഇവിടെ ഒരു എയർ വെൻറ്റിലേഷൻ ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് നമുക്ക് നന്നായിട്ട് എയർ സർക്കുലേഷനുണ്ട്. ഇപ്പോൾ നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മൾ ചൂടൊക്കെ സെറ്റായി കഴിയുമ്പോൾ നമ്മളത് കുറച്ചുകൂടി കയറ്റിയിടും. എന്നാലും ചെറിയൊരു ഗ്യാപ്പ് ഇടും. നമ്മൾ ഇത് അവിടെ ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ പോലും നമുക്ക് അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. തന്നെയല്ല അത് പൊങ്ങുന്നുണ്ടല്ലേ, അതിൻ്റെ നടുക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിൽ നിന്ന് എയർ മുകളിലേക്ക് കയറി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മളിത് ഇപ്പോൾ തണുപ്പായാലും കുഴപ്പമില്ല, നമ്മളിത് ഓഫ് ചെയ്യും. പക്ഷെ ഇപ്പം നമുക്ക് ഇരിക്കാൻ പറ്റാത്തത്ര തണുപ്പായിരുന്നു. നമ്മളിപ്പം എന്താ പറയുന്നത്, ഇത് വച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല അത്യാവശ്യം ചൂടായി തുടങ്ങി. ഇതിൽ പിന്നെ ഗ്ലൗസൊക്കെ ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ ഹാൻഡ് വാമറുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ശരിക്കും പഴുത്ത് ചൂടായി വരും. എന്നിട്ട് പോലും നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഈ രണ്ട് കൈയിൻ്റെ ഉള്ളിൽ ആ ഹാൻഡ് വാർമറൊന്ന് കാണിച്ചു കൊടുത്ത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ബിഗ് 5 വാങ്ങിയതാണിത്. ഇതാണ് സംഭവം. ഇത് നമ്മുടെ ഈ കൈയിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി, എന്നിട്ട് ഗ്ലൗസ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ എന്താ ടോ വാമേഴ്സും ഉണ്ട്. കാലിൻ്റെ ഇത് വാം ചെയ്യാനുള്ള സാധനമുണ്ട്. അപ്പോൾ അതും ഈ സോക്സിൻ്റെ ഉള്ളിലിട്ടാൽ മതി. ഒന്ന് കാണിച്ച് ഇതേ. അപ്പം ഇത് കാല് നമ്മുടെ ചൂടായിരിക്കും. ഇതിൻ്റെ കാലിൻ്റെ ടോ വാർമർ അത്ര എഫക്റ്റീവ് അല്ല, ഹാൻഡ് വാർമർ നല്ല എഫക്റ്റീവാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി കൂടുതൽ മേടിച്ചാൽ ഈ ഹാൻഡ് വാർമർ തന്നെ ടോ വാർമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് ഭയങ്കര യൂസ്ഫുള്ളായിപ്പോയി നമ്മൾ വാങ്ങിയത്. ഈ ഹീറ്റർ ഭയങ്കര യൂസ്ഫുള്ളായിപ്പോയി. എല്ലാം നമ്മൾ നല്ലൊരു സ്റ്റഡി നടത്തിയിട്ടാണ് ഇതെല്ലാം വാങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒറ്റ കാര്യം, നമുക്ക് എപ്പോഴും സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി വിട്ടിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കരുത്. അപ്പം ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഓഫ് ചെയ്യും, എന്നിട്ട് കിടന്നുറങ്ങും. നമ്മൾ 2 ബെഡ് വാങ്ങിയായിരുന്നു. ഇതാണ് ഒരു ബെഡ്, ഇത് രണ്ടാമത്തെ ബെഡ്. ഇത് ട്വിൻ ബെഡാണ് നമ്മൾ വാങ്ങിയത്. പക്ഷേ ട്വിൻ ബെഡാണെങ്കിലും നമുക്ക് 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യം യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പറയാം. ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം, 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യം ഇല്ല. പിന്നെ നമ്മുടെ കയ്യിൽ സ്ലീപ്പിംഗ് ബാഗും ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല തണുപ്പാണെങ്കിൽ അതിൻ്റെ അകത്ത് കിടക്കാൻ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് പിന്നെ നമ്മുടെ മലയാളി കടയിൽ നിന്ന് മേടിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മലയാളി കടയിൽ നിന്ന് മേടിച്ച പായയാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിപ്പോയി. കാരണം അടിയിൽ നിന്ന് നല്ല തണുപ്പാണ് വരുന്നത്. പിന്നെ നമ്മൾ ഒരു വേറൊരു ടൈല് പോലത്തെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ബിഗ് 5 മേടിച്ച് അതും ഇട്ടിട്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. അവിടെ നല്ല തണുപ്പായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കിടക്കാനുള്ള പരിപാടികൾ നോക്കാം. ഹലോ, നമ്മൾ ഒരു 1 മണി 1:10 ആയപ്പോൾ എണീറ്റു കേട്ടോ. നമ്മൾ എത്ര മണിക്ക് കിടന്നത്? 11:30. 11 മണിക്കല്ലേ? ഓക്കെ. അപ്പോൾ എണീറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഷ വിളിച്ചിട്ട് എണീറ്റ വണ്ടിയിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞിട്ട്. കാരണം അതിശക്തമായ തണുപ്പായിരുന്നു. അതിശക്തമായ തണുപ്പെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അപ്പം നമ്മൾ ഐഷ പറഞ്ഞു കാറിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഹീറ്റർ ഓഫ് ചെയ്തിട്ടാണല്ലോ കിടന്നത് സേഫ്റ്റിയുടെ പ്രകാരമായിട്ട്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു കാറിൽ പോയി കിടക്കാൻ കുഴപ്പമില്ല. പിന്നെ ഇവിടെ കിളിയുടെയൊക്കെ കരച്ചിലൊക്കെ ഉണ്ട്. അതൊരു ബീഭത്സമായ കരച്ചിലാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പേടിയാവും, നമുക്ക് തന്നെ പേടിയാവും. അതുപോലത്തെ ഒരു കരച്ചിലാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് കിളിയുടെ സൗണ്ടൊക്കെ കുഴപ്പമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പുള്ളിക്കാരീനെ എടുത്ത് പിന്നെ ഞാൻ എണീറ്റിട്ട് ഹീറ്റർ ഓൺ ചെയ്തു കേട്ടോ. ഇത് നമ്മൾ ഉറങ്ങുമ്പോൾ ഒരിക്കലും വെച്ചുകൊണ്ട് കിടക്കാൻ പാടില്ല. അവർ സേഫ്റ്റിയാണെന്നൊക്കെ പറയും, പക്ഷെ നമ്മളത് നോക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കത് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. പക്ഷെ എന്നാലും ഇത്
തീയും കൊണ്ടാണല്ലോ ഈ ഒരു ചൂട് വരുന്നത്. ഇതായത് കണ്ടോ, ഇതിൻ്റെ താഴെ കണ്ടില്ലേ? അപ്പോൾ ആ ഒരു തീയിൻ്റെ ഏതെങ്കിലും ഒരു മെഷീനാണല്ലോ, നമുക്ക് അങ്ങനെ വിശ്വസിച്ച് കിടക്കാൻ പറ്റില്ല. അബദ്ധം അല്ലെങ്കിൽ അപകടം എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് കിടക്കുമായിരുന്നു. വെൻറ്റിലേഷനൊക്കെ കുറച്ചുകൂടി ഓപ്പൺ ചെയ്ത് വീണ്ടും ഇത് ഓണാക്കി നമ്മൾ എണീറ്റിരിക്കുകയാണ് ഞാനും റോഷനിയും. അപ്പോൾ മോൻ അവിടെ കിടക്കുന്നു, മോനും മോളും ഇവിടെയാണ് കിടന്നത്, ഞാനും റോഷനും ഇവിടെ കിടന്നിരുന്നത്. അപ്പോൾ ഐഷയ്ക്ക് ഒട്ടും കിടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഐഷനെ ഈ ബെഡിലേക്ക് മാറ്റി. അപ്പോൾ നമുക്കിനി ഉറങ്ങാൻ പറ്റില്ല, ഹീറ്റർ ഓൺ ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്കിപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഈ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഹീറ്റർ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അതല്ലെങ്കിൽ നല്ല തണുപ്പാണ്. ഉറങ്ങാൻ നേരത്ത് നമുക്കങ്ങ് പറ്റുന്നില്ല, കാരണം മുഖത്തിൻ്റെ അവിടെ നമുക്ക് മറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അല്ലാതെ നമുക്ക് ബോഡിയിലേക്ക് തണുപ്പിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഓക്കെയാണ്. നമ്മൾ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലായിട്ട് കിടന്നത്. പിന്നെ ഈ രണ്ടുപേർ കിടക്കാനുള്ള സ്ഥലം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലൊരു 1 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ചിലപ്പോൾ ഒന്ന് മയങ്ങിയും ഉറങ്ങിയൊക്കെ ആയിട്ട് ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതല്ലാതെ നമുക്കൊരു കംപ്ലീറ്റ് ഒരു കംഫർട്ട് സ്ലീപ്പ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഒരു ട്രെൻഡിൽ കിട്ടില്ല. ഈ ഒരു എന്താ പറയുന്നത്, ഹീറ്റർ ഭയങ്കര അടിപൊളിയാണ്. അതില്ലെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പോലും പറ്റില്ല 100%. കാരണം ഇപ്പോൾ ഏകദേശം ഒരു 2 ഡിഗ്രിയുടെ അടുത്തായി തണുപ്പ്, നമുക്ക് ഇരിക്കാൻ പോലും പറ്റില്ല. നമുക്കിതിൻ്റെ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനൊരു ഹീറ്ററൊക്കെ വെച്ചിട്ട് ഉറങ്ങാനുള്ള സെറ്റപ്പ് ആണെങ്കിൽ ഐ റെക്കമെൻഡ് ഒരിക്കലും അങ്ങനെ കിടന്നുറങ്ങരുത്. നമ്മളൊന്നല്ലെങ്കിൽ വണ്ടിയിലേക്ക് പോവുക, വണ്ടിയിൽ ഗ്ലാസ് താത്തിയിട്ടിട്ട് കുറച്ച് ഹീറ്റർ ഇട്ടാലും ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. കാരണം അതിൻ്റെ അകത്ത് തീ ഡയറക്റ്റ് വരുന്നില്ലല്ലോ. പിന്നെ അങ്ങനെ കിടക്കുവാണെങ്കിലും അതിൻ്റെ അകത്ത് നമ്മുടെ കാർബൺ മോണോക്സൈഡിൻ്റെ ഡിറ്റക്ടർ അങ്ങനെയൊരു സംഭവം വയ്ക്കുകയും ചെയ്യണം കേട്ടോ. അപ്പം നമുക്കൊരു വണ്ടിയിൽ പോയി കിടക്കാം. പക്ഷേ ഞാൻ പിന്നെ ഇവിടെ ഇത്രയും സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട്, പിന്നെ ഹീറ്റർ ഉള്ളതുകൊണ്ട്, നമ്മൾ ഉറങ്ങുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നത്. എന്താണെങ്കിലും ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. നമ്മൾ പറയുന്നത് കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ പോയിട്ട് ഹീറ്റർ വാങ്ങി ഇങ്ങനെ കിടക്കരുത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്ര സീരിയസ് ആയിട്ട് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ അത്രയ്ക്കും ശ്രദ്ധിക്കണം, ഓരോ ഇഞ്ചും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഇനി ബാക്കി കാര്യങ്ങൾ പറ്റുവാണെങ്കിൽ നാളെ രാവിലെ പറയാം. ഇപ്പോൾ 2 മണിയായി. അപ്പോൾ കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് മയങ്ങും. ചിലപ്പോൾ നമുക്കൊരു 1 മണിക്കൂർ ഒരു മയക്കം കിട്ടും. തൽക്കാലം അതൊക്കെ മതി. കാരണം ഇന്നലെ നമ്മൾ നന്നായിട്ട് ഉറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഒരു ക്യാൻ നമുക്ക് 3.25 മണിക്കൂറാണ് കിട്ടിയിട്ടുള്ളൂ. ഫുള്ളായിട്ട് ഹീറ്റിലാണ് നമ്മൾ ഇട്ടത്. കാരണം ഫുള്ളും ആയിട്ടുള്ള ഹീറ്റും ചെറിയ ഹീറ്റും തമ്മിൽ വലിയ വ്യത്യാസമില്ല. 8:23 നമ്മൾ എണീറ്റു കേട്ടോ. ഞാനൊരു 7 മണിക്ക് എണീറ്റായിരുന്നു. അതുപോലെ തന്നെ 6 മണിക്കും എണീറ്റായിരുന്നു ഏകദേശം. അപ്പം ഇതിവിടെ ഇങ്ങനെ എടുത്ത് വെച്ച് തന്നെ കിടന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രക്ഷയില്ല. അപ്പം നിങ്ങളാരെങ്കിലും കിടക്കുവാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് ഞാനിവിടെ താഴെ കിടന്നു. അപ്പം കാരണം ഇതുണ്ടോ, തുണിയൊക്കെ നീക്കി വെച്ചിട്ടുണ്ടോ. ബാക്കിലേക്ക് അധികം ഒന്ന് ടച്ച് ചെയ്ത് നോക്കട്ടോ. ബാക്കിലേക്ക് ചൂട് അധികം പിടിച്ചിട്ടില്ല. ഇങ്ങോട്ട് ഞാനിവിടെ കാല് വെച്ചിട്ടാണ് കിടന്നത്. കാരണം ഇതിൻ്റെ ചൂട് ഒത്തിരി ആവുകയാണെങ്കിൽ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്പേസിലാണ് കിടന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ 1 ഡിഗ്രി റേഞ്ചിലാണ് തണുപ്പത്ത്. ഇവിടെ ഒന്നും അങ്ങനെ ചൂടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇവിടെയാണ് കിടന്നത്. താഴെ 2 ബെഡിൻ്റെ ഇടയ്ക്ക്. ഐഷ അവിടെ തന്നെ കിടന്നു, റോഷനിയും മോനും അവിടെ കിടന്നു. എന്തായാലും കുഴപ്പമില്ലാതെ കിടന്നു. എന്താ വേണ്ട, നമ്മൾ ഇത്ര അടുത്താണ് നിൽക്കുന്നത്. അടിപൊളി.